माधवा कुंज बिहारी गोपी जन वल्लभ गिरिवरधारी गोपी जन वल्लभ गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावन चारी राधा माधवा कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे हरे തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാപ്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മുടെ ശ്രീമദ് ഭാഗവതം 1:15-11 ഇനി എടുക്കാൻ പോകുന്നത്. ഇത് ഏതവസരമാണിത്? എന്താണ് ഇതിന്റെ സാഹചര്യം? എന്താണ് ഇപ്പൊ ഈ ശ്ലോകം പഠിക്കുന്ന സാഹചര്യം? ഇതിനു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? 10ാമത്തെ ശ്ലോകത്തിൽ എന്ത് കണ്ടു? സ്വന്തം ഭക്തന്മാരെ അപമാനിക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുകയല്ല. ഹരേ കൃഷ്ണ. അതായത് ദ്രൗപദിയുടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമ്മള് എന്താണ്, യുധിഷ്ഠിര മഹാരാജാവിനോട് ആര് പറയുകയാണ്? അർജുനന് കാര്യങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഏതെല്ലാം സമയത്താണ് ഭഗവാൻ എന്നെ സഹായിച്ചത്, അതുപോലെ ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ എനിക്ക് ഒരു വിജയവും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായ വിജയങ്ങളെല്ലാം ഭഗവത് കരുണ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരിതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും
അർജുനൻ ആ നഷ്ടപ്പെട്ട നഷ്ടത്തെക്കുറിച്ച്, ആ ഒരു എന്താണ് നഷ്ടപ്പെട്ടു പോയത് എന്താണ്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ വിങ്ങി വിങ്ങി വരുന്ന വിഷമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്, അല്ലെ? അങ്ങനെ രാജസൂയജ്ഞത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ വെച്ച് ഭഗവാൻ എന്താണ് ചെയ്തത് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു. അതിനുശേഷം 11ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഭാഗവതം എന്ന് പറയുന്നത്, ഭാഗവതത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമായ ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുകയാണ്. എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടത്. അപ്പം ബാക്കിയുള്ളത് മഹാഭാരതത്തിലൊക്കെ പറയുന്നത് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ നോക്കി പോകാം എന്നുള്ളതാണ്. ഇവിടെ അതിലുണ്ടാകുന്ന പരാജയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കേണ്ടത്, ജീവിച്ചു കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഭഗവാനിലെത്താം, അതിനുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കി നടത്തേണ്ടത്. ഈ വക കാര്യങ്ങളാണ് നമുക്ക് ഭാഗവതത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അത് ഒരു വളരെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം. ആദ്യമേ 1ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു, എന്താണ് സർവ സ്പഷ്ട പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണം വാസുദേവൻ തന്നെയാണ് എന്ന് പറഞ്ഞു തന്നു. ആ വാസുദേവനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള ആളാണ് വാസുദേവൻ എന്ന് പറഞ്ഞു. അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. ആ രീതിയും എനിക്ക് നഷ്ടമായി, അതും എനിക്ക് എന്റെ കൂടെ നിന്നിരുന്നു, അതും എനിക്ക് നഷ്ടമായി, അല്ലെ? അതുപോലെ ഭഗവാൻ സ്വതന്ത്രനാണ്. പോകാൻ നേരത്ത് ഞാൻ പോകുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, വരുമ്പോ ഞാൻ വരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഇതൊന്നും അദ്ദേഹത്തിന് ബാധ്യസ്ഥതയില്ല. ഇതെല്ലാം സ്വതന്ത്രനാണ്, ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ്, സ്വരാടാണ് എന്നൊക്കെ നമ്മള് 1ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചതാണ്, അല്ലെ? അപ്പൊ അതുപോലെ നമുക്ക് ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവിന്റെ ഉള്ളിലേക്ക് ഹൃദയാന്തർഭാഗത്ത് വൈദിക ജ്ഞാനം ആദ്യമായി നിവേശിച്ചു കൊടുത്തത്. അതിൽ പിന്നീടാണ് ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നത്. ആദ്യമായിട്ട് നിവേശിപ്പിച്ചു കൊടുത്തത് ഭഗവാന്റെ കരുണയാൽ മാത്രമാണ് എന്ന് നമ്മള് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം കാരണമാണ് ത്രിഗുണങ്ങൾ കൊണ്ട് അപ്പൊ ഉണ്ടാക്കി ഈ ഭൗതിക പ്രപഞ്ചം നമുക്ക് യഥാർത്ഥമായി തോന്നുന്നത്. അദ്ദേഹം വന്നു പോയി എന്നൊക്കെ പറയുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് തിരിച്ചു, അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളെല്ലാം തീർത്തു, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം ഈ ഒരു ഭഗവാൻ ഇത് സ്വന്തം വാസസ്ഥാനം ഇവിടെയല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കരുണ കൊണ്ടാണ് ഇവിടെ വന്നത് എന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഭൗതികമായയിൽ നിന്നും നിത്യമുക്തമായിട്ടുള്ളതാണ് ആത്മീയാകാശം എന്ന് പറയുന്നത്. അവിടെ ഭൗതികമായക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അങ്ങനെയുള്ള ആത്മീയമായ ആകാശത്തിൽ ഭഗവാൻ സ്വതന്ത്രനായിട്ട് നിലകൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നതോ അദ്ദേഹത്തിന് ആരെങ്കിലുമായിട്ട് ഒരു അറ്റാച്ച്മെന്റോ ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പോകേണ്ട സമയത്ത് തിരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം എന്നോട് കാണിച്ച കരുണകൾ അത്രയും അദ്ദേഹം കാണിച്ചതൊക്കെയും എനിക്ക് എന്റെ ഒരു കാരുണ്യമായിട്ട് അർജുനൻ കണക്കാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ സർവകാരണങ്ങൾക്കും കാരണമാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി തന്നു. അപ്പം എല്ലാ പ്രത്യക്ഷമായിട്ടുള്ള സർവ്വതും അദ്ദേഹത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരമപ്രജ്ഞ വന്നു തിരിച്ചുപോയി ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സഹായകമായി നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് അദ്ദേഹം മറയുകയും ചെയ്തു, ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അവർക്ക് തീർച്ചയായും ആ നിത്യമുക്തമായ ലോകത്തിലേക്ക് തിരിച്ചു പോകാം, അല്ലെ? ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായും നിത്യമുക്തമായ ആ ലോകത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ എന്നുള്ളതും ആ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞു തന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ 11ാമത്തെ ശ്ലോകം എടുക്കും. എല്ലാവർക്കും 11ാം ശ്ലോകത്തിലേക്ക് കിടക്കാം. യോനോ ജുഗോപവനയേത്യ ദുരന്തകൃശ്ചാത് ദുർവാസസോ തിരജിതാദയുതാഗ്രയുഭുക്യഃ ശാകാന്യശിഷ്ടമുപയുജ്യതസ്ത്രിലോകീ തൃപ്താമംസ്തസലിലേ വിനിമഗ്നസംഗഃ. യോനോ ജുഗോപവനയേത്യ ദുരന്തകൃശ്ചാത് ദുർവാസസോ അരിരചിതാദയു അദ്വൈതാഗ്രഭുക്യഃ ശാകാനശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീ തൃപ്താം മമംസ്തസലിലേ വിനിമഗ്നസംഘ. യോനോ ജുഗോപവനയേത്യ ദുരന്തകൃശ്ചാത്.
യോ നോ യുഗോപ. യോ മീൻസ് യഹ, ഏതൊരുവനാണോ, നഹ, നഹ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നഹ എന്നുള്ളതിന് ഞങ്ങൾക്ക്, ജുഗോപ രക്ഷിക്കുക, സംരക്ഷണം കൊടുത്തു. യുഗോപ വന, വനേ എന്നെടുക്കണം. അവിടെ ഗ്രാമർ വരുമ്പോ അവിടെ യോനോ യുഗോപ വനയേത്തി എന്നുള്ളത് പിരിക്കുമ്പോ നമ്മൾ വനേ എന്നാവും. പക്ഷെ വായിക്കുമ്പോ വനം മതി. വനേ വനത്തിൽ, ഏത്യ എന്ന് വെച്ചാൽ എത്തിച്ചേരുക, ആയിത്തീരുക. ദുരന്ത കൃച്ഛ്രാത്, ദുരന്തം ദുരന്തം, മലയാളത്തിലെ ദുരന്തത്തിനെ അപകടം. കൃച്ഛ്രാത് പ്രയാസമേറുന്ന ഒരു അവസരം. കൃച്ഛ്രാത്. ദുർവാസഹ, ദുർവാസത്. അരി, ശത്രു. അരി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വാക്ക് തന്നെ. രചിതാതെ, അതും മലയാളം തന്നെ. കെട്ടിച്ചമയ്ക്കയാൽ. ആയുധ 10,000. അഗ്രഹുഗ്, അഗ്രഹുഗ് എന്ന് വെച്ചാൽ ആദ്യമായി നേരത്തെ തന്നെ വല്ലതും കഴിക്കുന്നവർ, അഗ്രഹുഗ്. യഹ അദ്ദേഹം, അദ്ദേഹത്തിനെ. ശക അന്നശിഷ്ടം എന്ന് വെച്ചാൽ ശക അന്നശിഷ്ടം ഉച്ഛിഷ്ടം. ഉപയുജ്യ സ്വീകരിക്കുകയാൽ. യതഹ തന്നിമിത്തം. ത്രിലോകി 3 ലോകങ്ങളും. തൃപ്ത തൃപ്തരായി. അമംസ്ത മനസ്സിൽ ചിന്തിച്ചു. സലിലെ ജലത്തിലായിരിക്കുന്ന അവസരത്തിൽ. വിനിമഗ്ന സംഘ എല്ലാവരും ജലത്തിൽ അമിഴ്ന്നു പോയി. കുറെ വാക്കുകളുണ്ട് അതിനകത്ത്. യോ നോ യുഗോപ വനയേത്യ ദുരന്ത കൃച്ഛ്ര. യഹ നഹ യുഗോപഹ വനേ ഏത്യ ദുരന്ത കൃച്ഛ്ര. ദുർവാസസോ അരിരചിതാത്. അരിരചിതാത്, ദുർവാസസോ അരിരചിതാത് എന്നാണ്. അരി ശത്രു, രചിതാത് രചിതാത്. അയുത അഗ്രഹു യഹ, അയുത അഗ്രഹു യഹ. ശാകാന്ന ശിഷ്ടം ഉപയുജ്യ. ശക അന്നശിഷ്ടം ഉപയുജ്യ. ശാകാന്നശിഷ്ടം ഉപയുജ്യ. യതസ്ത്രിലോകീ തൃപ്താം മമംസ്ത സലിലേ വിനിമഗ്ന സംഘ. തൃപ്ത അമംസ്ത സലിലേ വിനിമഗ്ന സംഘ. അപ്പം യോ നോ യുഗോപ വന ഏത്യ ദുരന്ത കൃച്ഛ്രാത്. ദുർവാസസോ അരിരചിതാത്. ആയുധ അഗ്രഹു യഹ. ശാകാന്ന ശിഷ്ടം ഉപയുജ്യ യതസ്ത്രിലോകീ തൃപ്താം മമംസ്ത സലിലേ വിനിമഗ്ന സംഘ. വിവർത്തനം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്. അദ്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ നമസ്തുതേ. ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വനവാസകാലത്തെ ഞങ്ങളുടെ ശത്രുക്കളുടെ ഉപജാപത്തിന്റെ ഭാഗമായി ദുർവാസവ മഹർഷി 10,000 ശിഷ്യഗണങ്ങളോടൊപ്പം ഭോജനത്തിന് ആഗതനായത് ഞങ്ങളെ അത്യന്തം ആപത്കരമായ പ്രതിസന്ധിയിൽ അകപ്പെടുത്തി. ആ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം മാത്രം സ്വീകരിച്ച് ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ഞങ്ങളെ ആ ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചു. ഭഗവാൻ ഞങ്ങളുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കിയാൽ നദിയിൽ സ്നാനത്തിൽ ഏർപ്പെട്ടിരുന്ന മഹർഷിക്കും ശിഷ്യന്മാർക്കും വിഭവസമൃദ്ധമായ ഭോജനം കഴിച്ച പ്രതീതി ഉളവായി. ഒപ്പം ത്രിഭുവനങ്ങളും സംതൃപ്തമായി. അത് അർജുനന്റെ പണ്ട് കളർന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. യോനോ ജുഗോപവനയേത്യ ദുരന്ത കൃച്ഛാത്. ദുർവാസസോ അരിരചിതാത് അയുധാഗ്രഭുഭ്യഃ. ശാകാനശിഷ്ടമുപയുജ്യ ത്രിലോകീം
തൃപ്താമമംസ്തസലിലെ വിനിമഗ്ന സംഘ. ഹരേ കൃഷ്ണ മാതാജി. ശാഖാനശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം. അങ്ങനെ എടുക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യോനോ ജുഗോപവനയത്യ ദുരന്തകൃച്ഛൻ രചിതായുതാഗ്രഭുഗ്യ ശാകന്യശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം തൃപ്താമമംസ്ത സലിലെ വിനിമഗ്നഃ. ഹരേ കൃഷ്ണ. വിനിമഗ്ന സംഘഃ. ഹരേ കൃഷ്ണ. അപ്പോഴേ ഇവിടെ ഭാവാർത്ഥം പറഞ്ഞു തന്നിരിക്കുന്നത് വനവാസക്കാലത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശത്രുക്കളുടെ ഉപജാപത്തിന്റെ ഭാഗമായിട്ട് അതെ എന്താണ് കഥയെന്ന് നമുക്കറിയാം. എന്താണ് കഥ? അവിടെ പറയുന്നത് അടവുകളെ കുറിച്ചാണ്. അങ്ങനെ അടവുകൾ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ദുർവാസവ മഹർഷിയെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. അങ്ങനെ ദുർവാസവ മഹർഷി അവിടെ ചെല്ലുന്ന അവസരത്തിൽ അദ്ദേഹത്തോടെ പറയുന്നു, അവിടെ പോയിട്ട് എന്താണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ പോകാവൂ. അതുപോലെ തീർച്ചയായും ദ്രൗപദി ഇപ്പൊ ചോദിക്കുക, ദ്രൗപദിയുടെ ആഹാരം കഴിഞ്ഞ ശേഷം മാത്രമേ അവിടെ എത്താവൂ. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം വേണം, പ്രസാദം വേണമെന്ന് ആവശ്യപ്പെടണം. അത് അവർക്ക് തരാൻ കഴിയാതെ വരും. അങ്ങനെ ദുർവാസാവ് അവരെ ശപിക്കും എന്നുള്ളത് ആർക്ക്? ദുര്യോധനന് അറിയാമായിരുന്നു. അപ്പം ദുര്യോധനൻ എന്ത് ചെയ്തു? ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരരുതേ, അതിനുള്ള മാർഗങ്ങൾ പല അടവുകളും സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഒരടവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അവര് തീർച്ചയായിട്ടും ദുർവാസാവിന് ദേഷ്യം എന്താണ് പറയും, ചുണ്ടി മൂക്കിന്റെ അറ്റത്താന്ന് പറയും അല്ലെ. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ നാക്കിന്റെ അറ്റത്താന്ന് പറയും. അപ്പൊ ആ ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യും? ശാപം കൊടുക്കുകയും ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തുകയും ചെയ്യും. തങ്ങൾക്ക് ജീവിതകാലം മൊത്തം തങ്ങളുടെ രാജ്യം സ്വീകരിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു അവര് ഇത് ചെയ്തത് എന്ന് നമുക്ക് അറിയാം. അപ്പം കഠിനമായ തപശ്ചര്യങ്ങൾക്ക് മഹത്തായ വ്രതാനുഷ്ഠാനങ്ങളോടൊപ്പം ധർമ്മതത്വങ്ങൾ പാലിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത അതിശക്തനായ ഒരു ബ്രാഹ്മണനെയാണ് പറഞ്ഞയക്കുന്നത്. അപ്പം വളരെ നമുക്ക് ദുർവാസനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ആർക്കും അറിയാത്തതായില്ല. എത്രമാത്രം ഒരു കഠിനമായ മനസ്സ് എന്ന് വെച്ചാൽ ആ സമയത്ത് അദ്ദേഹം ശപിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് പല കഥകളിൽ നിന്നും നമുക്കറിയാം. ആ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. ദുർവാസ മഹർഷിയുടെ ബ്ലെസ്സിങ് കിട്ടിയത് ആർക്കാണെന്ന് ആർക്കെങ്കിലും ഒരാൾ ആരാണെന്ന് പറയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തോ? കുന്തിദേവി. കുന്തിദേവിക്ക് കിട്ടി. കുന്തിദേവിക്ക് കിട്ടി. പിന്നെ ആർക്ക് കിട്ടി? രാധാറാണിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പേർക്കും എന്താണ് കിട്ടിയിട്ടുള്ളത്? ശാപമാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ആ ദുർവാസവ മഹർഷിയാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ്. അപ്പം മഹായോഗിയാണ് ആരെ? ഈ ദുർവാസവ മഹർഷി. പക്ഷേ ക്ഷിപ്രകോപിയാണ്, എന്നാൽ ക്ഷിപ്രപ്രസാദിയുമാണ്. ശിവന്റെ അവതാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശിവനെ പോലെ തന്നെ ഉഗ്രകോപിയുമാണ്, ക്ഷിപ്രപ്രസാദിയുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങ് സംപ്രീതനായി പോയാൽ വളരെയധികം എന്താണ് ഇഷ്ടം പോലെ വരം കൊടുക്കും. ഇഷ്ടപ്പെട്ടില്ലയോ അതുപോലെ ശാപവും കിട്ടും. അപ്പൊ അങ്ങനെ ഒരവസരം ഉണ്ടായത്. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലും കുന്തിദേവിക്ക് കിട്ടി, അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹമാണ് ലഭിച്ചത്. പക്ഷെ അത് അവസാനം അവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും അനുഗ്രഹം കുന്തിദേവിയുടെ അച്ഛനോ? അല്ല, ഹരേ കൃഷ്ണ. കുന്തിദേവിയുടെയും വസുദേവരുടെയും അവര് രണ്ടുപേരും സഹോദരങ്ങളാണ്. അവര് മാത്രമല്ല,
മഹാരാജാവെന്നായിരുന്നു. അപ്പം അദ്ദേഹം മധുരയിലെ രാജാവായിരുന്നു, മധുരയിലെ റൂളറായിരുന്നു ശൂരസേന മഹാരാജാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളായിട്ട് ജനിച്ചെങ്കിലും തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കുന്തി ഭോജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് കുട്ടിയെ ദത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ ദത്തെടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ഇദ്ദേഹം നൽകുകയും ചെയ്തു. അങ്ങനെ ശൂരസേന മഹാരാജാവിന്റെ പുത്രിയെ കുന്തി ഭോജൻ ദത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് വാസുദേവരുടെ സഹോദരിയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ദത്തെടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കൊട്ടാരത്തിലെ കുട്ടിയാണ്. ആ കുട്ടിക്ക് വരുന്ന ഏറ്റവും വലിയ ഗസ്റ്റിനൊക്കെ അതിഥികളെയൊക്കെ സൽക്കരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അതിഥികളെ സൽക്കരിച്ച കൂട്ടത്തിലാണ് ദുർവാസാവ് എത്തുകയും അങ്ങനെ ദുർവാസാവിന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികളെ ഓരോരുത്തരുടെ, അതൊക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ല, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഏത് ദേവനെ വേണമെങ്കിലും പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹം അദ്ദേഹം നൽകിയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹം കൊണ്ടാണ് കുന്തിദേവിക്ക് ഈ 5 മക്കളും ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അത് പിന്നെ ആദ്യമേ അവരെ ഒരു ടെസ്റ്റ് ചെയ്തതും ഒരു കൊച്ചുകുട്ടിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഒരു ഇത് ശരിയാണോ എന്ന് അറിയണമെന്നത് തോന്നിയതും അങ്ങനെ കർണനുണ്ടായതും ഒക്കെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ശിവന്റെ പൂർണ്ണാവതാരമാണ് ദുർവാസാവ് എന്ന് പറയുന്നു. ആ ദുർവാസാവ് വളരെയധികം കോപിഷ്ഠനാണെന്നും പറയുന്നു. ഏത് സമയത്തും അദ്ദേഹത്തിന്റെ ഇതിന് കോപം വരാം. അദ്ദേഹത്തെ തണുപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിൽ നിന്നുണ്ടായ, അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ശാപം കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്ത. ആ ശാപത്തിൽ നിന്ന് എങ്ങനെയാണ് ആ കഥ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പൊ അവിടെ ഇവരോട് വന്നു കൊട്ടാരത്തിൽ വന്നു. യുധിഷ്ഠിര മഹാരാജാവ് യഥേഷ്ടം സ്വീകരിക്കുന്നു, നല്ലതായിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ മഹാരാജാവ് അപ്പൊ ആദ്യമേ അദ്ദേഹം സ്വീകരിച്ചിരുത്തി ഉടൻ തന്നെ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്ത വന്നത്. എന്ത് ചെയ്യാം? അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നദിയിൽ പോയി കുളിച്ചിട്ട് വരൂ, അപ്പോഴേക്കും സ്നാനം ചെയ്തിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ആഹാരം കഴിക്കാമെന്നും പറഞ്ഞവരെ പോവുകയും ചെയ്തു. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അപ്പോഴാണ് ചിന്തിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാം? അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. ദ്രൗപദി ആഹാരം കഴിച്ചും പോയി. അല്ലെങ്കിൽ പിന്നീട് യാതൊരു പ്രശ്നവുമില്ല, ഇതെല്ലാം നേരത്തെ പ്ലാൻഡ് ആണ്. അവിടുന്ന് കൃഷ്ണൻ വരുന്നതും കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നതും കൃഷ്ണൻ പാത്രം ചോദിക്കുന്നതും പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ ചീരക്കഷ്ണമോ കരിയപ്പില കഷ്ണമോ ഒക്കെ പല രീതിയിൽ പറയുന്നു. അപ്പൊ അത് എടുത്തതും അത് കിട്ടിയതും അങ്ങനെ അത് കഴിച്ചതും അവർക്കെല്ലാം നിറഞ്ഞതും അവർക്ക് തിരിച്ചു വരാനൊക്കെ പറ്റാതെ പോയതും അവർ തിരിച്ചിവിടെ വന്നാൽ ആഹാരം കഴിക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഇല്ലാതെ വന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് തപശക്തി കൊണ്ട് ആകാശസഞ്ചാരം നടത്താൻ കഴിയുന്ന ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നിൽക്കക്കള്ളി ഇല്ല. അദ്ദേഹത്തിന് 10,000 ശിഷ്യന്മാർക്കുമാണ്. ഇത്രയും പേർക്കും ആഹാരം കൊടുക്കാൻ ആർക്ക് കഴിയും? ദ്രൗപദിക്ക് കഴിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. പക്ഷേ കഴിച്ചു പോയതുകൊണ്ട് അത് കഴിയാതെ വന്നു. അപ്പൊ ദ്രൗപദിയുടെ ആഹാര സമയം കഴിഞ്ഞു പോയിട്ടാണ് ഇവർ ചെല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവർ തിരിച്ചുപോയി. അതിൽ നിന്ന് ഭഗവാൻ അവരെ രക്ഷിച്ചു. കഥ ഓർക്കുകയാണ് ദുർവാസാവ് മഹർഷിയുടെ കാര്യത്തിൽ കൂടി ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ദുർവാസാവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് ഇനിയും അതുപോലെ ശിവദേവന്റെ നിർദ്ദേശാനുസരണം രാജാവ് ശ്വേതകേതുവിന്റെ 100 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന്റെ പൗരോഹിത്യ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദുർവാസാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. 100 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന്റെ പൗരോഹിത്യ സ്ഥാനം സ്വീകരിച്ച ആളാണ് ദുർവാസാവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അദ്ദേഹം ചിലപ്പോഴൊക്കെ എല്ലാ ഇന്ദ്രന്റെ സദസ്സിലൊക്കെ ചിലവായിരുന്നു. ഈ ശ്വേതകേതു മഹാരാജാവ് ആരാണ് എന്നാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. രാജാ ശ്വേതകേതു എന്ന് പറയുന്നത് ഉദ്ദാലക മഹർഷിയുടെ മകനാണ്. വലിയൊരു മഹർഷിയായിരുന്നു ഉദ്ദാലക മഹർഷി. ആ ഉദ്ദാലക മഹർഷിയുടെ മകനായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന് 100 വർഷം നീണ്ടു നിന്ന ഒരു യാഗം നടത്തണമായിരുന്നു. അതിന്റെ പൗരോഹിത്യ സ്ഥാനമാണ് ഇദ്ദേഹം ഏർപ്പെടുത്തിയത്. അപ്പം പ്രത്യേകിച്ച് ശ്വേതകേതു മഹാരാജാവിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം ഉദ്ദാലക മഹർഷി ശ്വേതകേതു മഹാരാജാവിനെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 12 വർഷത്തേക്ക് ഗുരുവിന്റെ അടുത്തേക്ക് വിട്ടു. ഗുരു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എല്ലാം വേണ്ട രീതിയിൽ നല്ലതായിട്ട് ശ്രമിക്കുന്ന ആളായിരുന്നു. അതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന അവസരത്തിൽ വളരെ അരഗന്റായിട്ട് തോന്നിയപ്പോൾ അദ്ദേഹം അച്ഛൻ ചോദിക്കുന്നു മകനോട്, നീ എന്തൊക്കെ പഠിച്ചു? അച്ഛൻ, ഞാൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു, സർവ്വതും പഠിച്ചു കഴിഞ്ഞു, എനിക്കിനി ഒന്നും പഠിക്കാനില്ല എന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്നത് കേട്ടുകൊണ്ട്, നീ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് പറയൂ. അപ്പം സ്മൃതികളെ കുറിച്ചെല്ലാം പറഞ്ഞു എന്തെല്ലാം ഉണ്ടോ അപ്പൊ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നീ ഭഗവാനെ കുറിച്ച് എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പം അത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാനൊരിത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അത് എന്നാ എനിക്കിത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അച്ഛനൊരു മൺകുടം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട്, ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു കുടം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട്, ഈ കുടത്തിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു. ഈ കുടത്തിൽ ഒന്നുമില്ല, യഥാർത്ഥത്തിൽ യാതൊന്നും അതിലുണ്ടായിരുന്നില്ല, ഒരു കുടം മാത്രം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മണ്ണ്, ഇതിൽ നിന്ന് ഞാൻ ഈ കുടത്തിൽ നിന്ന് മണ്ണിലെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കാണും എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഈ കുടത്തിൽ നിന്ന് മണ്ണിനെ മാറ്റിയാൽ ആ മണ്ണ് അവിടെ കിടക്കുന്നതെന്നല്ലാതെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ കിടക്കുന്ന വേറെ എന്ത് കാണാനാണ്? ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ എപ്രകാരമാണ് ഈ പ്രപഞ്ചത്തെ തന്നിൽ നിന്നുണ്ടാക്കി തന്നിൽ നിലനിർത്തുന്നത്? അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കഴിഞ്ഞ കാലത്തും ഈ പ്രസന്റിലും അതുപോലെ ഇനി വരുന്ന ഫ്യൂച്ചറിലും ഇവിടെ എല്ലാം നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഇവിടെ പറഞ്ഞു കൊടുത്തു, ഇത് ഈ ക്ലേ തന്നെയാണ്, അല്ലെങ്കിൽ ഈ മണ്ണ് തന്നെയാണ് ഈ കുടത്തിലുള്ളത്. പൊട്ടിച്ചിട്ടാലും മണ്ണാണ്, കുടമാക്കി വെച്ചിരുന്നാൽ ഇത് മണ്ണുകൊണ്ടുള്ള വസ്തുവാണ്. ഇതിനു മുമ്പ് ഇത് മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ മണ്ണ് തന്നെയാണ് കുടമായതും കുടം പൊട്ടിച്ചപ്പോൾ മണ്ണായി മാറിയതും. അപ്പൊ ഇതുപോലെ ഭഗവാനും എന്താണ്? ഭഗവാനായി നേരത്തെ നിലകൊണ്ടിരുന്ന ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ കൂട്ടിച്ചേർത്ത് പ്രപഞ്ചത്തെ ഉണ്ടാക്കി. ആ പ്രപഞ്ചം അവസാനിക്കുമ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കഥ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അദ്ദേഹം ശ്വേതകേതു മഹാരാജാവ് അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പൊ ശ്വേതകേതു മഹാരാജാവിന്റെ ഉദ്ദാലക ഋഷിയുടെ മകനെ യജ്ഞം നടത്തി അദ്ദേഹത്തെ പ്രാപ്തനാക്കി മാറ്റി. ദുർവാസ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പിന്നെ വൈകുണ്ഠത്തിൽ വരെ പോവാൻ കഴിയുമായിരുന്നു. അതുപോലെ അംബരീഷ മഹാരാജാവിന്റെ കഥയിൽ അതിന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കഥയായതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. അങ്ങനെ അംബരീഷ മായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഒരു ദൂരമല്ല, 1 വർഷം കൊണ്ട് അദ്ദേഹം വൈകുണ്ഠവും സർവ്വടവും സഞ്ചരിച്ചു തീർത്തു. എന്തുകൊണ്ട്? രക്ഷപ്പെടാനായിട്ട്. ആരിൽ നിന്ന്? ഭഗവാൻ എല്ലാ അധികാരവും ആർക്ക് കൊടുത്തു? അംബരീഷിന് കൊടുത്തു. അടുത്ത് പോവാം. അപ്പൊ ആ അംബരീഷിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവിടെ ഇവിടെ ഓടിയിട്ട് എല്ലായിടവും ഓടിയിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അംബരീഷിൽ തന്റെ മഹാരാജാവിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1 വർഷം കൊണ്ട് അദ്ദേഹം സർവ്വ പ്രപഞ്ചങ്ങളെയും കടന്ന് വൈകുണ്ഠവും കടന്ന് തിരിച്ചെത്തിയ ആളാണ് ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ രക്ഷണത്തിന്റെ അവശിഷ്ടം മാത്രം സ്വീകരിച്ച് ഞങ്ങളെ ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ ഞങ്ങളുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ നദിയിൽ സ്നാനത്തിൽ ഏർപ്പെടുന്ന മഹർഷിക്കും ശിഷ്യന്മാർക്കും വിഭവസമൃദ്ധമായ ഭോജനം കഴിച്ച പ്രതീതി ഉളവായി. അങ്ങനെ ത്രിഭുവനങ്ങളും സംതൃപ്തമായി. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആർക്ക് പറയാം? എന്താണ്? ഭഗവാനെ സംതൃപ്തനാക്കി കഴിഞ്ഞപ്പോൾ, ഭഗവാൻ അവരുടെ ഉച്ഛിഷ്ടം കഴിച്ച് സംതൃപ്തനായി കഴിഞ്ഞപ്പോൾ ത്രിഭുവനങ്ങളും സംതൃപ്തമായി. അവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞു തരുന്നുണ്ട്? ഭഗവാൻ സംതൃപ്തനായാൽ സകല ദേവതകളും സംതൃപ്തമായിരിക്കും. നമ്മൾ ഓടി നടന്ന് അവിടെ ഇവിടെ ഓടി നടന്ന് എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അർച്ചന ചെയ്യുന്നു, പായസം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാവരെയും സന്തുഷ്ടനാക്കാൻ. പക്ഷേ നമ്മൾക്ക് ഭഗവാനെ സന്തുഷ്ടനാക്കാൻ കഴിഞ്ഞാൽ സർവരും സന്തുഷ്ടരായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്യുന്നത്.
പിന്നീട് അതുപോലെ ദുർവാസ മഹർഷിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാം? അത്രി മഹർഷിയും അനസൂയാദേവിയുമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും. പിന്നീട് ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിരിക്കുന്ന ആ കഥ വിശദീകരിച്ച് നമുക്ക് ശ്രീല പ്രഭുപാദര് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു തന്നിരിക്കുകയാണ്, ഭഗവാനെ ഏകാഗ്ര ചിത്തതയോടെ സ്മരിക്കാനുള്ള ഒരു അവസരമാണ് ഭക്തരെ വിഷമപ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്നതിലൂടെ ഭഗവാൻ നൽകുന്നത്. ആകയാൽ അത്യന്തം ആപത്കരമായ അവസ്ഥയിൽ ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുകയും സർവവ്യാപിയായ ഭഗവാൻ തന്റെ ഭക്തരെ ഗ്രസിച്ചിരുന്ന ആപത്കരമായ അവസ്ഥ ഉടനടി അറിയുകയും അവരെ രക്ഷിക്കാനായി ഉടൻ തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഏതൊരു സമയത്താണെങ്കിലും നമ്മളിലുള്ള ഭക്തിയുടെ കുറവാണ് നമ്മളെ സഹായിക്കാനായിട്ട് ഭഗവാൻ എത്താത്തത് എന്നുള്ള. ഏത് സമയത്താണോ നമ്മൾ ഭക്തിയോടുകൂടി വളരെയധികം കരുണ ഭഗവാനെ ഉള്ളൂ വേറെ ആരുമില്ല എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടി, നമ്മളിൽ ആ വിശ്വാസം വരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഭഗവത് കാരുണ്യം ലഭിക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഈ ഭഗവാൻ ഇതിൽ നിന്ന് തെളിയിച്ചു തരുന്നത് എന്താണ്? യോഗികളിൽ മഹായോഗി താനാണെന്ന് ഇതിൽ തെളിയിച്ചു തരികയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പുസ്തകം, ഇതിനകത്ത് ഭാഗവതത്തിൽ തന്നിട്ടുള്ള ആ ഭാവാർത്ഥം നിങ്ങൾ വായിക്കുക. അതിനകത്ത് ഈ കഥ തന്നെ വ്യക്തമായിട്ട് അതിന്റെ വിത്ത് എക്സാമ്പിളോട് കൂടി അതിന്റെ മെയിൻ പോയിന്റ്സോട് കൂടിയാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് തന്നിരിക്കുന്നത് വളരെ രീതിയിൽ. അപ്പം യോഗികളിൽ മഹായോഗി ഭഗവാൻ തന്നെയാണെന്ന് തെളിയിച്ചു തരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. യോഗേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ പിന്നെ ശ്രീല പ്രഭുപാദര് പറയുന്നു, ഏവരും നിശ്ചയമായും ഭഗവാന് ഭക്ഷണം നിവേദിക്കണം. തൽഫലമായി ഓരോരുത്തരും 10,000 പേരടങ്ങുന്ന ഒരു ബൃഹത് കൂട്ടം പോലും ഭഗവാൻ സംതൃപ്തനായപ്പോൾ സംതൃപ്തനായി. അതുപോലെ നമ്മളെ ഭക്തിയുത സേവനം നടത്തേണ്ടത് ഈ രീതിയിലാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഭഗവാന് ഭക്ഷണം നിവേദിക്കുന്നവരായിരിക്കുമല്ലോ, ആണോ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഭഗവാൻ നിവേദിക്കുന്നവരായിരിക്കുമല്ലോ മിക്കവരും. അപ്പൊ അതുപോലെ ഭഗവാനെ എന്തെങ്കിലും ഭഗവാൻ നിവേദിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കഴിവനുസരിച്ച് യഥാർത്ഥത്തിൽ ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ആ നിവേദിച്ച ആഹാരം ബാക്കിയുള്ളതിനോട് ചേർത്ത് മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള. എങ്കിൽ മാത്രമേ നമുക്ക് ആ സാത്വിക ഗുണത്തിൽ നമ്മൾ എത്തിച്ചേരുള്ളൂ. അങ്ങനെ ശുദ്ധ സത്വ ഗുണത്തിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്കുള്ള പ്രയാണം, ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ ഏത് സമയത്തും ഭഗവാന്റെ ഉച്ഛിഷ്ടമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീല പ്രഭുപാദർ വളരെ വിശദമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഭഗവാന് അല്പം നിവേദ്യം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ള ഓർമ്മ. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭഗവാന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്തോ അത് മാത്രമേ ഭഗവാന് നിവേദിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ നിവേദിക്കുന്ന ഭക്ഷണം കൊണ്ടുവച്ചിട്ട് നമ്മൾ മന്ത്രം പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് എന്ന് വെച്ചാൽ ഭഗവാന് ഇഷ്ടമാകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അതിനെ നമ്മളൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അതെല്ലാം ഞാൻ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 2 സെക്കൻഡ് അവിടെ നിൽക്കണം. അപ്പൊ നമ്മൾ ഈ വെച്ചിരിക്കുന്നതൊന്നും നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതൊക്കെയാണ് ഇവിടെ നിവേദിച്ചിരിക്കുന്നത്. പക്ഷേ ഭഗവാനെ അങ്ങയുടെ കരുണ കൊണ്ട് ഇത് ഓരോന്നും അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളായി ഭവിക്കണമേ. അങ്ങക്ക് ഞാൻ വെച്ചിരിക്കുന്നതല്ല ഏതൊക്കെയാണോ നമുക്ക് ഭഗവാന് സമർപ്പിക്കണമെന്ന് തോന്നുന്നത്, ആ സമർപ്പിക്കുന്ന വസ്തുക്കളെല്ലാം സമർപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്താതി മനസ്സുകൊണ്ട് അതെല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് എന്തോ അതവിടെ വെച്ചിട്ട് നമ്മൾ മറന്നിക്കുക. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ടാണ് ഉണ്ടാകില്ല, ഉള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കണം എന്നുള്ളതാണ് നമ്മളെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഈ ഭാവാർത്ഥം വായിച്ചോളുക. ഇനി 12ാമത്തെ ശ്ലോകം നോക്കാം. യത്തേജസാഥ ഭഗവൻ യുധിശൂലപാണിർ
വിസ്മാപിതഃ സ ഗിരിജോസ്ത്രമദാന്യജം മേ അന്യേപി ചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം യത്തേജസാഥ ഭഗവൻ യുധിശൂലപാണിർ വിസ്മാപിതഃ സ ഗിരിജോസ്ത്രമദാന്യജം മേ അന്യേപി ചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം യത് തേജസ അഥ ഭഗവാൻ യുധി ശൂലപാണിഃ വിസ്മാപിതഃ സഹ ഗിരിജഃ അസ്ത്രം അദാത് നിജം മേ, അതിനെ പിരിക്കുന്നത് അസ്ത്രം അദാനിജം മേ, അസ്ത്രം അദാത് നിജം മേ അന്യേപി ചാഹമമുനൈവ, അന്യേപി അന്യേ അപി ച അഹം അമുന ഏവ, അമുനൈവ എന്നുള്ളതിനെ പിരിക്കുമ്പോ അമുന ഏവ കളേവരേണ ച അഹം അമുനൈവ എന്നുള്ളത് പിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു. അമുന ഏവ കളേവരേണ പ്രാപ്തഃ മഹേന്ദ്രഭവനേ മഹദേ എന്നുള്ളതാണ് മഹദാസനാർത്ഥം. മഹദേ പിന്നീട് ആസന അർത്ഥം, മഹദേ ആസന അർത്ഥം. അപ്പം യത്തേജസ അഥ ഭഗവാൻ യുധി ശൂലപാണിഃ വിസ്മാപിത ഗിരിജയോടൊപ്പം, അവിടെ സഹ എടുക്കണ്ട, ഗിരിജയോടൊപ്പം. അപ്പൊ സഗിരിജ അസ്ത്രം അദാത് നിജം മേ അന്യേ അപി ച അഹം അമുന ഏവ കളേവരേണ പ്രാപ്തഃ മഹേന്ദ്രഭവനേ മഹദ് ആസന അർത്ഥം. അപ്പൊ ഏത് ആരുടെ തേജസ സാമർഥ്യം കൊണ്ട് അഥ ഒരു സമയത്ത് ഭഗവാൻ യുധി ശൂലപാണിർ, യുധി യുദ്ധത്തിൽ ശൂലപാണി തൃശൂലം കയ്യിലുള്ള ആളെ, ദർശൂലം കയ്യിലേന്തിയവൻ, വിസ്മാപിത അതിശയിച്ചു, ഗിരിജയോടൊപ്പം, ഹിമവാന്റെ പുത്രിയായ പാർവതിയോടൊപ്പം, സഗിരിജോ അസ്ത്രം അദാന്യജം മേ, അസ്ത്രം തന്നെ അദാതി സമ്മാനിച്ചു, നിജം സ്വന്തം എന്നുള്ള അർത്ഥം, മേ എനിക്ക്, അന്യേ അപി അതുപോലെ മറ്റുള്ളവർക്കും, ച അഹം ഞാൻ തന്നെ എന്നുള്ള അർത്ഥമാണ് അവിടെ അഹം എന്ന് പറയുന്നത്. അമുന ഇതിനാൽ, അമുന അതുകൊണ്ട് എന്നൊക്കെ പറയും, അതുണ്ട് ഇതിനാൽ, ഏവ തീർച്ചയായും, കളേവരേണ, കളേവരം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കളേവരം പഠിച്ചു അല്ലെ. ശരീരത്താൽ, ശരീരം കൊണ്ട്, പ്രാപ്ത ലഭിച്ചു, മഹേന്ദ്രഭവനി എന്നുള്ളത് മഹാ ഇന്ദ്രഭവനത്തിൽ, ഇന്ദ്രദേവന്റെ മഹത്തായ ഭവനത്തിൽ. മഹത്ത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ, ആസന അർത്ഥം, ആസനാർത്ഥം എന്ന് പറയുന്നത് ഉന്നതമായ അർത്ഥസ്ഥാനം എന്നുള്ളത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കുന്നു. ഹരേ കൃഷ്ണ. വായിക്കാത്തവരാരെങ്കിലും വായിക്കും. ഹരേ കൃഷ്ണ. തേജസാദ ഭഗ യുധിശൂലപാണി േപിചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദമുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബ്രേക്ക് ആവുന്നുണ്ട് ലളിതാജി, അതുകൊണ്ട് 2-3 പേരൊക്കെ ഒന്നിച്ച് ജപിക്കുന്നുണ്ട്, ഒന്നിച്ച് വായിക്കുന്നുണ്ട്. ബ്രേക്ക് ആവുന്നു. ആരെങ്കിലും ഒരാളൂടെ വായിച്ചേ. പ്രഭു വായിച്ചേ. ആരുമില്ല, പ്രഭു സമ്മതിക്കുന്നു. ഹരേ കൃഷ്ണ. ആരും വായിക്കാൻ മുന്നോട്ട് വരുന്നു. ഹരേ കൃഷ്ണ. സാദ ഭഗവാൻ യുധിശൂലപാണി
വിസ്മാപിത സഗിരിജോസ് അസ്ത്രമദാനി ജമ്മേ അന്യേപി ചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കാത്ത ഒരാൾ വായിച്ച്. ഹരേ കൃഷ്ണ. ഗംഗാധരദാസ് പ്രഭു വന്നായിരുന്നു നേരത്തെ. പ്രഭു എന്താ വരാത്തെ, വായിക്കാത്ത എന്താ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്തേജസാദ ഭഗവാൻ യുധിശൂലപാണി വിംസാപിതാസ്തഗിരിജോസ്ത്രം അദാനിജം മേ അന്യേപി ചാഹം അമുനൈവ കലൈവര പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദ് ആസനാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇച്ചിരി പ്രയാസമുള്ള ഒരു ശ്ലോകമാണിത്. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേജസാബ്ദ ഭഗവയുധിശൂലപാണിർ വിസ്മാഭിദസ്സഗിരിജോസ്ത്രമദാനി ജമ്മേ അന്യേപി ചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ വിവർത്തനം വായിക്കാം. ഭഗവാന്റെ പ്രഭാവത്തിൽ മാത്രമാണ് എനിക്ക് യുദ്ധത്തിൽ ശിവദേവനെയും ഹിമവാന്റെ പുത്രിയായ അദ്ദേഹത്തിന്റെ പത്നിയെയും വിസ്മയിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്രകാരം ശിവദേവൻ എന്നിൽ സംപ്രീതനാകുകയും അദ്ദേഹത്തിന്റെ സ്വന്തം വസ്ത്രം എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. കൂടാതെ മറ്റ് ദേവന്മാരും അവരവരുടേതായ ആയുധങ്ങൾ എനിക്ക് നൽകുക മാത്രമല്ല, ഈ ഭൗതിക ദേശിക്കാനും കഴിഞ്ഞു. അപ്രകാരം അർത്ഥ ഉന്നത സ്ഥാനം എനിക്ക് അനുവദിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വളരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുപോയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് പറയുകയാണ്. അപ്പം എന്താണ്, വളരെ അസാധ്യമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്. അതൊക്കെ ചെയ്യാൻ കാരണമായി തീർന്നത് ഭഗവാൻ മാത്രമാണ്, അല്ലാതെ എന്റെ കഴിവൊന്നും അല്ല എന്നുള്ളത് അദ്ദേഹം ഓർക്കുകയാണ്. അല്പമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്പ അഹങ്കാരമൊക്കെ വരുമായിരുന്നു നേരത്തെ, അല്ലേ? അപ്പോഴവിടെ ഭഗവാൻ നല്ല കൊട്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ വേണ്ട രീതിയിൽ സഹായിക്കുക, ഏത് സമയത്തും ഒരിക്കലും സഹായം കിട്ടാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ അപ്പൊ നമുക്കറിയാം, ശിവദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ അർജുനിൽ പ്രസാദിച്ചത് പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അല്ലാതെ ശിവദേവന്റെയോ മറ്റാരെങ്കിലും ദേവന്മാരുടെയോ പ്രീതി സമ്പാദിച്ചവർ നിശ്ചയമായും പരമകൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിക്ക് പാത്രീഭൂതരാവണമെന്ന നിർബന്ധമില്ല. ഇപ്പൊ നമുക്കറിയാം, പല ആൾക്കാരെ കുറിച്ചും ചിലർ ശിവഭക്തരായിരിക്കും, ചിലർ ദേവീ ഭക്തരായിരിക്കും, ചിലർ ഗണേശ ഭക്തരായിരിക്കും, ചിലർ മുരുക ഭക്തരായിരിക്കും, അല്ലെ? ഓരോരുത്തർക്കും ഓരോ ഭക്തിയാണുള്ളത്. ഭഗവാനെ യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തി വളരെ കുറച്ചു പേർക്കാണ്. കൃഷ്ണന്റെ ഭക്തി വളരെ എന്തുകൊണ്ടാണ് ഒരു ധാരണയുണ്ട്, അബദ്ധ ധാരണയുണ്ട്. കൃഷ്ണനെ വിളിച്ചാൽ കൃഷ്ണൻ വളരെ ടെസ്റ്റ് ചെയ്യും എന്നെല്ലാവരും പറയും. അപ്പൊ ആ ടെസ്റ്റിങ്ങിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് എളുപ്പം കിട്ടുന്നത് ആരാണ്? ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയും ഒക്കെ ഇരിക്കുന്ന ഭഗവാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ നേടാനാണ് മിക്കവാറും എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അവനൻ്റെതായ നിലനിൽപ്പ്, അവനൻ്റെതായിട്ടുള്ള ആ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിനെ നോക്കി ഓരോരുത്തരെയും വിളിക്കുന്നു, അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം രാവണനെ കുറിച്ച് നമുക്കറിയാം. രാവണൻ മഹാഭക്തനായിരുന്നു. ആരുടെ? ശിവന്റെ മഹാഭക്തനായിരുന്നു രാവണൻ. അപ്പം പക്ഷേ കരുണ ലഭിച്ചില്ല എന്നുള്ളതാണ്. ചിലയിടത്ത് വെച്ച് നമുക്കറിയാം, ചില സമയത്തൊക്കെ ശിവന്റെ കരുണ ലഭിക്കാൻ ശിവന്റെ ഭക്തർക്ക് കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? അവിടെ ശിവൻ വളരെയധികം മാനസികമായ സാന്നിധ്യത്തോടുകൂടി ഭഗവാനോട് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തരെ സംരക്ഷിക്കാറുണ്ട്. അത് ശരിയാണ്, ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാകാം. അപ്പം ഭഗവാന്റെ കരുണ സാധാരണ രീതിയിൽ ഓരോരുത്തരും അവരെ വിളിക്കുന്നു, അവരുടെ കരുണ അവരുടെ ഭക്തർക്ക് കൊടുക്കും. അപ്പം ഇവിടെ രാവണന് വളരെയധികം ഉറച്ച ഭക്തനായിരുന്നു ആരുടെ? ശിവന്റെ. എന്നിട്ടും വേണ്ട രീതിയിലുള്ള കരുണ ലഭിച്ചില്ല. ഒരിക്കലും അവിടെ യഥാർത്ഥ ലാസ്റ്റ് വിജയം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പം വേണ്ട സമയത്ത് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പുരാണവൃത്തങ്ങളിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ദേവന്മാരുടെ ഭക്തന്മാരെല്ലാം
അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്ക് എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ബാക്കിയുള്ളവരെ ഒക്കെ വിളിച്ചോളൂ, അവരിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ആരും ഒന്നും എന്താണ് അസാധ്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നില്ല. എല്ലാം സാധിക്കുന്നതേ ഉള്ളൂ. അപ്പം നേരിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത്, അഥവാ ഭഗവാനെ സേവിക്കുന്നതാണോ നല്ലത്, അതോ മറ്റുള്ളവരിൽ കൂടി പോകുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോഴും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, ഒന്നിനെയും ഞാൻ അസാധ്യമാണെന്ന് പറയുന്നില്ല. എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് എന്നെ പ്രാർത്ഥിക്കാം, അല്ലയോ നിങ്ങൾക്ക് വേറെ വഴിയിൽ കൂടെ ആണോ പോകേണ്ടത്, അതുവഴി പോകൂ. പിന്നെ ഭഗവാൻ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്, എന്നെ പ്രാർത്ഥിക്കുന്നവർ എന്റെ ലോകത്തെത്തും, അല്ലെ, അവരെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ ലോകത്തെത്തും. അപ്പൊ അവർക്കും തീർച്ചയായും ലാസ്റ്റിൽ എവിടെ എത്തിയേ കഴിയുള്ളൂ? ഭഗവാനിൽ എത്തിപ്പെട്ടേ കഴിയുള്ളൂ. എന്തായാലും ഇവിടെ വന്നുപോയോ ഭഗവാനിൽ തന്നെ എത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ നമ്മൾ ആകപ്പാടെ എന്താണ് പറയുന്നത്, നമ്മളെ ഭ്രമത്തിൽ ഏർപ്പെട്ടു പോകും. നമുക്ക് അത് സാധിക്കണം ഇത് സാധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് നമ്മളെ പലപ്പോഴും എന്താണ് പല ദേവന്മാരെയും നമുക്ക് വിളിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ പോവുകയും അവരെയൊക്കെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പ്രീതിപ്പെടുത്തി കാര്യങ്ങൾ നേടിയാലും ശരി, ലാസ്റ്റിൽ എവിടെ ചെന്നേ തീരുള്ളൂ, ഭഗവാനിൽ തന്നെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾസ് പറഞ്ഞു തരാം. അപ്പം ഇവിടെ ശിവനെ രാവണനെ കുറിച്ച് പറഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ ഏതൊരു രീതിയിലായാലും മറ്റ് ദേവന്മാരും അതുപോലെ തന്നെ ഒട്ടും തന്നെ മോശക്കാരല്ല, പക്ഷെ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ആരും കരുതരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിഡ്ഢിത്തമായിട്ട് പലരും ചിന്തിക്കും, നമ്മൾ പലരെ കുറിച്ചും ചിന്തിക്കും, ഒരു ദേവന്മാര് പോലും ആരും ശ്രേഷ്ഠനല്ല അല്ലെങ്കിൽ വളരെ താഴ്ന്നവനാണെന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. ഭക്തർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയുമില്ല. ആരെക്കുറിച്ചും താഴ്ന്ന രീതിയിൽ ഒരു ദേവനെ കുറിച്ചും നമ്മൾ ചിന്തിക്കരുത്. പിന്നെ നമ്മുടെ മനസ്സിന് ഏതാണോ എന്താണ് സാധ്യമായിട്ട് തോന്നുന്നത്, അതാ നമുക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അത് ഭഗവാൻ എത്രയും രീതിയിൽ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി വ്യക്തമായ ധാരണയോടുകൂടിയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് അർജുനനുണ്ടായ ഒരു മൈത്രീപരമായ ബന്ധത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരികയാണ്, വിശദീകരണങ്ങൾ നമുക്ക് തരുകയാണ്. അപ്പൊ ഒരു എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപ്തമാക്കുവാൻ അപ്പൊ നമുക്ക് ഭഗവാനിൽ കൂടിയും കഴിയും. അല്ലാതെ ഓരോ ദേവന്മാരെയും ചെന്ന് വിളിച്ചില്ലെങ്കിലും ഓരോ ദേവന്മാരെയും ആശ്രയിച്ചില്ലെങ്കിലും വേണ്ടതെല്ലാം ഭഗവാൻ നമുക്ക് തരും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. പിന്നെ അതുപോലെ പിന്നീട് ഒരു കാര്യം പറഞ്ഞു തരുന്നത്, അർജുനൻ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും തന്നെ എന്താണ് സ്വർഗലോകത്തിലേക്ക് അഥവാ ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ, ഈ ശരീരം കൊണ്ട് പോകാനുള്ള അധികാരം ഇല്ല, പോവാൻ പറ്റുകയുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും, രാവണനെ സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് പടി വെട്ടണമെന്ന് ആഗ്രഹിച്ച ആളാണ്, സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് രാവണൻ. പക്ഷേ അത് നടന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ അർജുനൻ സ്വന്തം ശരീരം വെച്ചുകൊണ്ട് സ്വർഗലോകത്തിൽ എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ചെല്ലുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അർത്ഥോന്നതമായ ആസനസ്ഥാനം നൽകി സ്വർഗാധിപതിയായ ഇന്ദ്രൻ അദ്ദേഹത്തെ, പിന്നെ സ്വന്തം പിതാവാണ് എന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ആരാണെങ്കിലും ശരി അവിടെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൃഷ്ണന്റെ കരുണ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞു. അവിടെ ചെന്ന് ഇഷ്ടം പോലെ അർത്ഥോന്നതമായ ആസ്ഥാനം നൽകി ഇന്ദ്രനെ ആദരിക്കുകയും ചെയ്തു. അങ്ങനെ ധർമ്മകർമ്മങ്ങളിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് അവിടെ എത്തിച്ചെല്ലാൻ കഴിയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? ഭേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷിണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ ശ്ലോകം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ത്രൈവിദ്യാമം സോമഭാഭൂതഭാവായ നേരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം വിശ്നന്തി ദിവ്യന്തി വിദേവ ഭോഗാൻ. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പലരും എന്താണ് 4 മാസം ചാതുർമാസ വ്രതം ഒക്കെ എടുക്കാറുണ്ട്. എന്താണ്, ഒന്നും പറ്റിയില്ലെങ്കിൽ സ്വർഗത്തിലെങ്കിലും പോകാമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ രീതിയിലുള്ള വ്രതങ്ങളും അതുപോലെ അവിടെ പോകാനുള്ള രീതിയിലുള്ള എല്ലാ പുണ്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ അർജുനൻ ഇതൊന്നും ചെയ്തില്ല. സോമരസം കുടിക്കാൻ വേണ്ടിയിട്ട് ചാതുർമാസ്യ വ്രതമോ അല്ലെങ്കിൽ ഇതിനൊന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ
അവിടെ പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കൃഷ്ണന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണ് തേജഭുക്ത്വാ സ്വർഗലോകം വിശാലം എന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയസുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ തിരിച്ചു ഭൂമിക്ക് അവിടെ ചെന്നെത്തി ഒരുപാട് കാരുണ്യങ്ങൾ, ഒരുപാട് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വ്രതങ്ങളും നോക്കിയെടുത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവിടെ എത്തിയാലും എന്താണ് പിന്നെ ഫലം എന്താണ്? അപ്പൊ അതെല്ലാം തീരുമ്പോ എന്ത് ചെയ്യുന്നു? നമ്മൾ തിരിച്ച് സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അങ്ങനെ തിരിച്ച് വീണ്ടും ഇവിടേക്ക് വരേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പുണ്യകർമ്മം നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. അപ്പം ജന്മമൃത്യു പരമ്പരയല്ലാതെ അവർക്ക് മറ്റൊന്നും കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ചന്ദ്രനും സ്വർഗലോകങ്ങളുടെ അതേ പദവിയിലാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് സത്കർമ്മങ്ങൾ ചെയ്യണം, യജ്ഞാനുഷ്ഠാനം നോക്കണം, ദാനകർമ്മങ്ങൾ ചെയ്യണം, കഠിന തപശ്ചര്യകളൊക്കെ ചെയ്യണം. അങ്ങനെ അനുസരിച്ചുള്ള വ്യക്തികൾക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ശരീരം ഒക്കെ സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും നിർവഹിച്ചതിന് ശേഷം അവിടെ എത്തി. ഇവിടെയാണെങ്കിലോ അതിനാണ് ഇതൊന്നുമില്ലാതെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. പിന്നീട് അങ്ങനെ പിന്നെ അർജുനന്റെ യുദ്ധസാമർഥ്യത്തെ കുറിച്ചൊക്കെ അവിടെ പുകഴ്ത്തി. സ്വർഗലോകങ്ങളിൽ അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴോ അച്ഛൻ എന്നുവെച്ചാൽ ഇന്ദ്രൻ വളരെ നല്ലതായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അർജുനന്റെ യുദ്ധസാമർഥ്യത്തിലൊക്കെ വലിയ സന്തോഷമുണ്ടായിട്ട് ശിവൻ എന്ത് കൊടുക്കുന്നുണ്ട്? പാശുപതാസ്ത്രം നൽകുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം പാശുപതാസ്ത്രം കിട്ടുന്നുണ്ട്. പിന്നെന്താണ് അവിടെ നിന്ന് കിട്ടിയത്? അർദ്ധ ഉന്നത സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു. ധർമ്മകങ്ങളിലൂടെ മാത്രം എത്താവുന്നിടത്ത് അദ്ദേഹത്തിന് വേഗം എത്തിപ്പെടാൻ, ഈ ശരീരം കൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞു. പിന്നീട് എന്താണ്? കൃഷ്ണകൃപ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഈ സാധാരണ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാം സത്വരജ തമോ ഗുണങ്ങളുടെ അധീനതയിലാണ്. അപ്പം പതിതാത്മാക്കൾക്ക് അവിടെ എത്താൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനിയും പ്രപഞ്ചത്തിലുള്ള മറ്റു ലോകങ്ങളിൽ ഇതേ നിയമം തന്നെയാണുള്ളത്. ശ്രേഷ്ഠവും ഉത്തുംഗവുമായ സത്വഗുണത്തിൽ അധിഷ്ഠിതരായവർക്ക് മാത്രമേ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് ശുദ്ധ സത്വത്തിലെത്തിയവർക്ക് മാത്രമേ ഭൗതിക ശരീരം കളഞ്ഞിട്ട് അവിടെ എത്തിപ്പെടാൻ കഴിയുള്ളൂ. അപ്പം അവിടെ പക്ഷേ ഇദ്ദേഹത്തിന് ഇത് സാധിച്ചു. ഇതൊക്കെ കൃഷ്ണകൃപ കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഇവിടെ അദ്ദേഹം ഓർക്കുകയാണ്. അപ്പം സാധാരണ രീതിയിൽ അവിടെ പോകണമെങ്കിൽ ശുദ്ധ സത്വത്തിലേക്ക് എത്താൻ നമ്മളെ ശ്രമിക്കണം. തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിൽ നിന്നും ഉയർന്നുയർന്ന് ഇതെല്ലാം ശുദ്ധ സത്വത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതൊന്നും സാധിക്കാതെ എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, അവിടെ നിന്ന് എന്തെല്ലാം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു, എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയും തുടർന്ന് പറയുന്നുണ്ട്. ഒരു ശ്ലോകം തീർക്കാൻ കഴിഞ്ഞില്ല. 13 കൂടി ഞാൻ ചിന്തിച്ചതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, അൾട്ടിമേറ്റം ഈസ് ദ ഡെത്ത് ഇല്ല, റൈറ്റ്? അതായത് മർത്യലോകത്ത് വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റം ഡെത്ത് ആണ്. അപ്പം അതുകൊണ്ട് ശിവഭഗവാനെ രാവണൻ ശിവഭഗവാനിൽ നിന്ന് വരം നേടിയിട്ടുണ്ടെങ്കിലും മൃത്യുവിനെ താണ്ടാൻ പറ്റിയില്ല അദ്ദേഹത്തിന്, അല്ലേ? അതല്ലേ എന്റെ കറക്റ്റ്? കൃഷ്ണ, അതാണ് ആ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ. വ്യക്തമായിട്ട് ഭാവാർത്ഥം പറ്റി പറയുന്നുണ്ട്. വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചെല്ലാൻ കഴിഞ്ഞ കാര്യം ഇപ്പൊ പ്രഭു അതെനിക്ക് തോന്നുന്നു ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും വന്ന് അത് വായിക്കണം. എന്നുവെച്ചാൽ ഇവർക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. ഭഗവാൻ കോപിഷ്ഠനായ ആർക്കും തന്നെ ആരെയും രക്ഷിക്കാൻ കഴിയുകയില്ല. ആരെല്ലാം വിചാരിച്ചാലും പിന്നെന്ത് വേണം? ആ ദേവന്മാര് ഭഗവാനോട് കരുണ കാണിക്കുന്നതായിട്ട് നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് ഇത് വരും. അവിടെ എന്താണ്?
ഭഗവാന്റെ കരുണ കൊണ്ട് ചിലപ്പോഴേ ചിലയിടത്തൊക്കെ ചില ഭക്തന്മാരെ സഹായിച്ചെന്ന് വരും. അതെന്താണ്? ശിവനും ഭഗവാനും തമ്മിലുള്ള താല്പര്യം കൊണ്ട് ചിലയിടത്തൊക്കെ വരുന്നുണ്ട്. ഇവിടെ രാവണൻ അത് ചെയ്തില്ല. രാവണൻ ഒരിക്കലും എന്താണ് ചെയ്തത്? ഭഗവാനെ എതിരാളിയായിട്ട് തന്നെ കണ്ടു. അവിടെ ശിവഭഗവാൻ ഒന്നും സഹായിക്കാൻ എത്തിയതുമില്ല. ഹരേ കൃഷ്ണ.